ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആഫ്റ്റർ എഫക്റ്റിൽ പ്രധാനപ്പെട്ട കുറച്ച് ടൂളുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം പ്രധാനമായിട്ട് നമുക്കൊരു ടൂൾ, നമ്മൾ ഇവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് കിട്ടുന്നത് സെലക്ഷൻ കീ ആണ്. സെലക്ഷൻ കീ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ കോമ്പോസിഷൻ പാനലിലാണ് വന്നാൽ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് അത് നമുക്ക് സെലക്ട് ചെയ്യും. അതിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്യാം, മൂവ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനാണ് നമുക്ക് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഡിഫോൾട്ടായിട്ട് അതായിരിക്കും ആദ്യം നമുക്ക് സെലക്ട് ആയിട്ട് കിട്ടുക. അപ്പോൾ ഈ സെലക്ഷൻ ടൂള് നമുക്ക് കോമ്പോസിഷനിൽ വർക്ക് ആവുന്നത്, നമുക്ക് അത് ഫോട്ടോയിൽ ക്ലിക്ക് കൊടുത്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുമ്പോൾ ഫോട്ടോ മാത്രമാണ് മൂവ് ആവുക. ഇപ്പോൾ നമുക്ക് ഫോട്ടോ നമുക്ക് അവിടെ ഫിക്സ് ആയിട്ട് വെക്കണം. അപ്പോൾ ബാക്കി നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ സൂം ആയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 25% ആണ് അതിൻ്റെ ഫിറ്റ് കിടക്കുന്നത്. നമുക്ക് ഫിറ്റ് 100% കൊടുക്കാം. ഫിറ്റ് കൊടുക്കാം. മൊത്തത്തിൽ ഫിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിടക്കുന്ന ഒരു ഇമേജിലാണ് നമുക്ക് ഇമേജ് മൂവ് ആകാൻ പറ്റില്ല. നമുക്ക് ആ അറ്റത്ത് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹാൻഡ് മൂവ് ആക്കാം. പക്ഷേ ഇതിലെന്താ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമേജിനൊന്നും സംഭവിക്കില്ല. ഇമേജ് അവിടെ തന്നെ നിൽക്കുക. നമ്മുടെ കോമ്പോസിഷൻ പാനൽ മൊത്തത്തിൽ അങ്ങോട്ട് മൂവ് ആവുക ചെയ്യാം. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാൻ ആവുക ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ഇമേജാണ് മൂവ്. അത് നമുക്ക് അങ്ങനെയും വർക്ക് ചെയ്യും. പക്ഷേ ഇമേജ് ഫിക്സ് ആയിട്ട് ഇരിക്കേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് ഹാൻഡ് ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ഹാൻഡ് ടൂള് നമുക്കിപ്പോൾ സെലക്ഷൻ ടൂളിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഹാൻഡ് ടൂൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പേസ് ബാറിൽ ഒന്ന് ക്ലിക്ക് കൊടുത്തിട്ട് നമുക്ക് പാൻ ചെയ്ത് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് സമയത്തേക്ക് നമുക്ക് നടക്കും, പെട്ടെന്ന് വർക്ക് ചെയ്യും. പിന്നെ അതേപോലെ നമുക്കൊരു സ്പേസ് ബാർ ക്ലിക്ക് കൊടുത്തു പറഞ്ഞാൽ അത് സെലക്ഷൻ ടൂളിലേക്ക് തന്നെ മാറും. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ടൂൾ പറഞ്ഞാൽ സൂം ഇന്നും സൂം ഔട്ട്. അത് സ്ക്രോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് സൂം ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ നമുക്ക് റൊട്ടേഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോയിൽ ക്ലിക്ക് കൊടുക്കുക, നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ഏത് ഡിഗ്രി വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ പാൻ ബിഹൈൻഡ് ആങ്കർ പോയിന്റ്, അത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ടൂളാണ്. അതെന്താണ്, നമുക്ക് ആദ്യം ഇതിലൊരു ആങ്കർ പോയിന്റ് ഇവിടെ സെൻറ്ററിലാണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ ഇമേജിൽ ക്ലിക്ക് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സ്കെയിൽ എസ് എന്ന് അമർത്തുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കിടക്കും, സ്കെയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. ഇപ്പം എങ്ങനെ സ്കെയിലാണെന്ന് പറഞ്ഞാൽ ആ സെൻറ്റർ പോയിന്റ് വെച്ചിട്ടായിരിക്കും, ആങ്കർ പോയിന്റ് വെച്ചിട്ടായിരിക്കും സ്കെയിൽ ആകുക. പക്ഷേ ഇനി നമുക്ക് ഈ ആങ്കർ പോയിന്റ് ഒന്ന് സെലക്ഷൻ ടൂൾ വെച്ചിട്ടൊന്ന് മൂവ് ആക്കാം. സെലക്ട് ചെയ്യാം. ഈ ആങ്കർ പോയിന്റ് ഒന്ന് ടോപ്പ് ഈ സൈഡിലേക്ക് ആക്കി. ഇനി നമുക്ക് ഈ ആങ്കർ ബിഹൈൻഡ് അങ്ങനെ ഒന്ന് സ്കെയിൽ ഒന്ന് കൂട്ടി നോക്കാം എവിടെ വെച്ചിട്ടാണെന്ന്. ഈ ആങ്കർ പോയിന്റ് ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആങ്കർ പോയിന്റ്. ഈ ഇമേജിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എസ് എന്ന് അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ അവിടെ സെലക്ഷൻ ടൂൾ വരും. എസ് ആണ് അതിൻ്റെ ഷോർട്ട് ഫോം. അത് എന്നിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് സൂം ഒന്ന് കൂട്ടിക്കൊടുത്ത് സ്കെയിൽ ഒന്ന് കൂട്ടിക്കൊടുത്ത് പറഞ്ഞാൽ ആ ആങ്കർ പോയിന്റ് വെച്ചിട്ടായിരിക്കും സ്കെയിൽ ആകണ്ട. ഇനി ഈ ആങ്കർ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഈ കോർണറിലാക്കിയാലോ. നമുക്ക് ഇനി സ്കെയിൽ ആക്കുമ്പോൾ ആ കോർണർ വെച്ചിട്ടായിരിക്കും സ്കെയിൽ ആകുക. ഇതാണ് മെയിനായിട്ടുള്ള പാൻ ബിഹൈൻഡ് ആങ്കർ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് ഫോം പറഞ്ഞാൽ വൈ ആണ്. വൈ അമർത്തി കഴിഞ്ഞാലാണ് അത് വരിക. ഇപ്പോൾ വി അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ സെലക്ഷൻ ടൂളും, വൈ അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ ആ പാൻ ബിഹൈൻഡ് ആങ്കർ പോയിന്റ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. നമുക്ക് എന്തായാലും ആ ടൂൾ അവിടെ തന്നെ സെൻട്രലിൽ നിന്നോട്ടെ. ഇനി മെയിനായിട്ട് നമ്മുടെ റെക്റ്റാങ്കിൾ ടൂൾ പറഞ്ഞാൽ ഷേപ്പ് ടൂൾ നമുക്ക് ഫസ്റ്റ് മെയിനായിട്ട് നോക്കാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് ആ ഷേപ്പ് ടൂൾ ഉപയോഗിക്കുകയാണ് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു ഷേപ്പ് വരച്ചു. അപ്പോൾ നമുക്ക് അതൊരു മാസ്കാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്ക്വയറിൻ്റെ ഉള്ളിലുള്ളത് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ഗ്രിഡായിട്ട് കാണിക്കും. എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നല്ലാണ് അവിടെ. അപ്പോൾ അത് നമുക്ക് അത് മാറ്റാം. അത് ഉദാഹരണത്തിന് കൺട്രോൾ സെറ്റ് അമർത്തിയിട്ട് നമുക്ക് ക്യാൻസൽ ആക്കിയിട്ട് നമ്മൾ ഈ ഇമേജ് ഒന്ന് ഡീസെലക്ട് ചെയ്യണം. അത് നമുക്ക് വേറെ എവിടെയെങ്കിലും ക്ലിക്ക് കൊടുത്ത് പറഞ്ഞാൽ ഡീസെലക്ട് ആവും. ഇനി നമുക്ക് ഷേപ്പ് ടൂൾ വരച്ച് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പിലായിരിക്കും ഇത് വരിക. അപ്പോൾ ഞാൻ സ്ട്രോക്ക് ഇത്തിരി കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വൈറ്റ് കളർ. ഓക്കെ, സ്ട്രോക്ക് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഷേപ്പ് ടൂൾ അതിൻ്റെ മണ്ടയ്ക്കാണ് വന്നിരിക്കുന്നത്, മേലോട്ട്. അപ്പോൾ ഇതാണ് ഷേപ്പ് ടൂളിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഇമേജ് സെലക്ട് ചെയ്തിട്ട്
ഇമേജ് സെലക്ട് ചെയ്തിട്ടാണ് പറഞ്ഞാൽ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യാനും, ഇമേജ് സെലക്ട് ചെയ്യാതെ നമ്മൾ എവിടെയും ക്ലിക്ക് കൊടുത്തിട്ട് ഒരു ഇത് വരയ്ക്കുമ്പോൾ അതിൻ്റെ മേലോട്ട് ഷേപ്പ് വരയ്ക്കാനും പറ്റും. അപ്പം അതേപോലെ തന്നെ നമ്മുടെ പെൻ ടൂള് അതേപോലെ തന്നെ ഒരു ഇത് വരച്ചതിന് ശേഷം ഒരു ഷേപ്പ് വരയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് വരച്ചതിന് ശേഷം ജോയിൻ്റ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ ഇമേജ് സെലക്ട് ചെയ്യേണ്ട ഒരു സെപ്പറേറ്റ് ലെയറിലാണ് പറഞ്ഞാൽ അതിൻ്റെ മേലെ ആയിരിക്കും അതിൻ്റെ ഡ്രോ വരിക. അല്ലെങ്കിൽ നമുക്ക് ഇത് ഷെയ്ഡ് ടൂൾ ഒന്ന് താഴത്തേക്ക് ആക്കുകയാണ് പറഞ്ഞാൽ അത് കാണില്ല, അതിൻ്റെ താഴെ ആയിരിക്കും ആ ഷെയ്ഡ് ടൂൾ. ഇനി നമുക്ക് Ctrl+Z അമർത്തിയിട്ട് അത് ക്യാൻസലാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇമേജ് സെലക്ട് ചെയ്തിട്ടൊന്ന് വരച്ച് നോക്കിയാൽ അത് കറക്റ്റായിട്ട് കേട്ടോ ഒരു മാസ്ക് ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുക. കണ്ടോ, ഇതാണ് ഷേപ്പ് ടൂളിൻ്റെ ഒരു പ്രത്യേകത. ഇമേജ് സെലക്ട് ചെയ്തിട്ടും ചെയ്യാണ്ട് നമുക്ക് അങ്ങനെ വരയ്ക്കാം. ഓക്കെ, അതേപോലെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് കൊടുത്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ടെക്സ്റ്റ് ടൂളിലാണ് പറഞ്ഞാൽ അത് മൊത്തം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്താണ് ടെക്സ്റ്റ് എഡിറ്റർ വരും. ടെക്സ്റ്റ് എഡിറ്ററിൽ നമുക്ക് പിക്സൽ ഒന്ന് കൂട്ടി കൊടുക്കാം, അത് വലുതാക്കാം. ഓക്കെ, എന്നിട്ട് അലൈൻ ചെയ്യാം. നമുക്ക് മിഡ് ആക്കാം. ഓക്കെ, മിഡ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ടെക്സ്റ്റ് കൊണ്ട് ഉപയോഗങ്ങൾ. ഇനി നമുക്ക് ബാക്കിയുള്ള ടൂള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.